ബീഹാറിൽ 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തെ തന്നെ വലിയ സംസ്ഥാനങ്ങളിലൊന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചലനങ്ങളാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. EVM-ൽ കൃത്രിമം നടത്തിയില്ല എങ്കിൽ, EVM-ന്റെ ബാറ്ററി ചാർജുകളിൽ വ്യത്യാസം കണ്ടില്ല എങ്കിൽ, ഒരു കെട്ടിടത്തിൽ തന്നെ 7000 വോട്ടുകൾ ചേർത്തിട്ടില്ല എങ്കിൽ സുഖസുന്ദരമായി ഇന്ത്യ മുന്നണി വിജയിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ബീഹാർ. 20 വർഷക്കാലത്തെ നിതീഷ് കുമാറിന്റെ ഭരണം മടുത്ത് മണ്ണു തിന്നുന്നൊരവസ്ഥയാണ് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. നിതീഷിന്റെയും BJP സഖ്യത്തിന്റെയും എതിരാളിയായി തേജസ്വി യാദവിനെ മനസ്സിൽ കണ്ടതോടെ വലിയൊരു മാറ്റത്തിന് കളമൊരുങ്ങുകയാണ് ബീഹാറിൽ. തേജസ്വി യാദവ് എന്ന യുവരാഷ്ട്രീയ നേതാവ് വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരു പ്രതീകമാണ് എന്ന് തന്നെ പറയാം. തൻ്റെ പിതാവിനെയും അതുപോലെ മറ്റു മുതിർന്ന നേതാക്കളെയും പോലെ ഒരു പിടിവാശിക്കാരനല്ല തേജസ്വി. അതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വിജയമന്ത്രം എന്ന് തന്നെ പറയാം. അതായത് ബീഹാറിൽ അധികാരം നിലനിർത്താൻ വേണ്ടി JDU-വും BJP-യും തമ്മിലടിച്ച് കച്ചമുറുക്കുമ്പോൾ ഒറ്റ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നീങ്ങാൻ RJD-യും കോൺഗ്രസും തമ്മിൽ ധാരണയായിരിക്കുകയാണ് ഇന്നലെ. ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുകയാണ്. RJD നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായി ചർച്ച നടത്തി കഴിഞ്ഞു. 20 വർഷം ഭരിച്ചിട്ടും ബീഹാറിനോട് ചിറ്റമ്മ നയം മാത്രമാണ് BJP-ക്കും നിതീഷ് കുമാറിനും ഉള്ളതെന്നും ദരിദ്ര സംസ്ഥാനമായി അത് തുടരുകയാണെന്നും തുറന്നടിച്ചുകൊണ്ടാണ് തേജസ്വി യാദവ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. RJD-യിൽ എതിരാളിയില്ലാത്ത നേതാവായിരുന്നിട്ടും കോൺഗ്രസിനേക്കാളും 3 മടങ്ങ് സീറ്റുകൾ ബീഹാറിൽ കൂടുതലുണ്ടായിട്ടും ഒരു മുഖ്യമന്ത്രിയായി ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാതെ കൂട്ടായ നേതൃത്വത്തെ അവതരിപ്പിക്കാനാണ് തേജസ്വി തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റു കക്ഷികളെയും കോൺഗ്രസിന്റെ ബീഹാർ നേതാക്കളെയും പങ്കെടുപ്പിച്ച് നാളെ പട്നയിൽ ചർച്ച നടത്തുകയാണ് തേജസ്വി. ഏറ്റവും പ്രധാനം, NDA-യിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ പശുപതി പരസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന് ഏറെ ഉറപ്പായി കഴിഞ്ഞു. ദളിത് മുഖമാണ് പരസ്. കേന്ദ്രമന്ത്രിയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് വരെ. BJP സഖ്യത്തിലുള്ള LJD പാർട്ടിയുടെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ പരസ്സിന് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇടതു പാർട്ടികളും ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ഇടതു പാർട്ടികൾക്കും നല്ല വേരോട്ടമുള്ള സംസ്ഥാനമാണ് ബീഹാർ. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ 70 സീറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ട് മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റ് മാത്രമാണ് ജയിക്കാനായത്. അത് തന്നെയാണ് നേരിയ വ്യത്യാസത്തിൽ ഇന്ത്യ മുന്നണി, അന്നത്തെ മഹാഗഠബന്ധൻ സർക്കാർ ഇല്ലാതെ പോകാനുള്ളൊരു കാരണം. അതുകൊണ്ട് തന്നെ സീറ്റ് ധാരണയിലേക്ക് വരുമ്പോൾ ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമോ എന്നൊരാശങ്ക കോൺഗ്രസ് RJD നേതാക്കൾക്കുണ്ട്. കഴിയുന്നത്ര വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടതുണ്ട് ബീഹാറിൽ. മാത്രമല്ല, കഴിഞ്ഞ തവണ അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ 15-ലേറെ സീറ്റുകൾ തോൽക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾ പിടിച്ച വോട്ടുകളാണ് BJP സഖ്യത്തിന് വിജയം സമ്മാനിച്ചത്. കുറെ മണ്ഡലങ്ങളിൽ മജ്ലിസ് പാർട്ടി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അദ്ദേഹത്തെയും അനുനയിപ്പിച്ച് BJP-യെ തോൽപ്പിക്കേണ്ടുന്ന ആവശ്യകത ഇന്ത്യ മുന്നണിക്ക് മുന്നിലുണ്ട്. അതിന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അടക്കം തയ്യാറാകുമെന്നാണ് അറിയുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും രമ്യമായി പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ഇപ്പോൾ തന്നെ മുൻകൈയെടുത്തിരിക്കുന്ന തേജസ്വി യാദവിന്റെ നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഒരു ശുഭപ്രതീക്ഷ നൽകുകയാണ്. അതുപോലെ ആരാണ് വലിയവൻ എന്ന തമ്മിൽ തല്ലിൽ ഭരണമുന്നണിയായ BJP-യും JDU-വും ഒരു നാശത്തിന്റെ വക്കിലുമാണ് യഥാർത്ഥത്തിൽ. മറ്റു ചതികളൊന്നും നടന്നില്ല എങ്കിൽ ഇന്ത്യ മുന്നണി ബീഹാറിൽ വിജയിക്കും, അധികാരത്തിലെത്തും എന്നതിൽ സംശയം വേണ്ട.